ये बहुत सारे शेप्स और साइजेस में अपने आप को तब्दील कर सकता है और इसके अंदर जो बैटरीज हैं वो 8 घंटे तक ऑपरेशनल होती है। छोटे मोटे टास्क करता है, ये सर्विलेंस करता है, मॉनिटरिंग करता है, अनएक्सेसिबल जगहों पर जाकर के उनकी पिक्चर्स कैप्चर कर सकता है और हमारी पूरी कैंपस में ये घूमता रहता है, बच्चों को बहुत एंटरटेन करता है। ടെക്നോളജി എന്താണെന്നറിയോ? രാഹുൽ ഗാന്ധി എനിക്ക് ടെക്നോളജി അറിയില്ല. ടെക്നോളജി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഇന്ത്യയിലെ സംഘിക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണ് നമ്മുടെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിട്ടുള്ളത്. എന്താ ടെക്നോളജി? നമ്മുടെ ടെക്നോളജി എന്ന് പറഞ്ഞല്ലോ കേട്ടോ. നമ്മുടെ എല്ലാ സംഘികളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഏതാണെങ്കിലും രാഹുൽ ഗാന്ധിനെ ടെക്നോളജി പഠിപ്പിക്കാൻ പോയിട്ടുള്ള അശ്വിനി വൈഷ്ണവിൻ്റെ മൂട്ടിൽ പൊട്ടിയത് ചെറിയ ബോംബൊന്നും അല്ല മക്കളെ, വലിയ ബോംബാണ്. അതായത് ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു റോബോട്ടിനെ ഇറക്കിയിട്ട് ആ റോബോട്ടിന് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പേരിട്ട് നമ്മുടെ AI സമ്മിറ്റിൽ കൊണ്ടിട്ട് കാണിച്ച് അത് വെച്ചിട്ട് രാഹുൽ ഗാന്ധിക്ക് ട്രേഡും അറിയില്ല, ടെക്നോളജിയും അറിയില്ല എന്നാണ് പറഞ്ഞത്. ഇമാതിരി ഊളകളാണ് രാജ്യം ഭരിക്കുന്ന മന്ത്രി. ഏതായാലും മന്ത്രി മൂഞ്ചിയിട്ടുള്ള ചരിത്രം അല്ലെങ്കിൽ മന്ത്രി മൂഞ്ചിയ കൂട്ടത്തിൽ ഇന്ത്യയുടെ സകല BJP വാണങ്ങളും മൂഞ്ചിയിട്ടുള്ള കഥയാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് അതെ സെയിം അത് തന്നെ വേഗം ലൈക്ക് ചെയ്തോ, കമൻറ്റ് ചെയ്തോ, ഷെയർ ചെയ്തോ, സബ് ചെയ്തോ. ഏതാണെങ്കിലും ചൈനീസ് റോബോട്ടിനെ സ്വന്തമെന്ന് പേരിട്ട് അവകാശപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ യൂണിവേഴ്സിറ്റി AI സമ്മിറ്റിൽ നിന്ന് പുറന്തള്ളി കളഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഈ AI സമ്മിറ്റ് തുടക്കം മുതൽ ഭയങ്കര കോമഡിയാണ്. ഇന്നലെ അതിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. ഞാൻ വിചാരിച്ച് തുടക്കത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ സംഭവമൊക്കെ ഇന്ത്യയിൽ വരുമ്പോൾ ചെറിയ ഗ്ലിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, അതാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് അടിമുടി ഗ്ലിച്ചസ് മാത്രമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെ മുഞ്ചിക്കൊണ്ടിരിക്കുക എന്നല്ലാണ്ട് കുറേ മോദിക്ക് 4 ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വേദി മാത്രമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലെ AI സമ്മിറ്റ്. ഇന്നലെ ഈ AI സമ്മിറ്റ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ അവിടുത്തെ പ്രശ്നങ്ങളെ പറ്റി പുറത്തോട്ട് വന്നിരുന്നു. അതായത് വലിയ ക്യൂ ആണ്, ഒരുപാട് ആളുകൾ അവിടെ ക്യൂ ഒന്ന് പുറത്ത് നിൽക്കുകയാണ്. അകത്തോട്ട് കയറാനുള്ള ഡിജിറ്റൽ പാസ് ഓപ്പറേറ്റ് ചെയ്യുന്ന അവിടെ പുറത്ത് നിർത്തിയിട്ടുള്ള ഇതിൻ്റെ സംഘാടകർക്ക് അറിയില്ല. അവിടെ തന്നെ മുഞ്ചി ഫസ്റ്റ്. രണ്ടാമത് അവസാനം 2-3-4 മണിക്കൂറൊക്കെ ക്യൂ നിന്ന് ഈ ആൾക്കാരൊക്കെ പൈസയും കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് അകത്ത് കയറി. അങ്ങനെ അകത്ത് കയറി കാര്യങ്ങളൊക്കെ സെറ്റാണ്. അങ്ങനെ കണ്ട് തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു അശരീരി വന്നു. അകത്ത് കയറി ആൾക്കാരൊക്കെ പുറത്തോട്ട് പോകണം, ദൈവം വരുന്നുണ്ടെന്ന്. അപ്പോൾ ദൈവം വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അകത്ത് നിൽക്കാൻ പറ്റില്ല, കാരണം ദൈവത്തിന് ഒറ്റയ്ക്കുള്ള ഫോട്ടോഷൂട്ട് എപ്പോഴും ഇഷ്ടം. അപ്പുറത്തും ആളുകളൊന്നും ഉണ്ടായി ദൈവത്തിന് തീരെ പിടിക്കില്ല. എന്താ അപ്പോൾ ഫോട്ടോഷൂട്ട് ആവില്ലേ, ആൾക്കാർ വരും, ചോദ്യങ്ങൾ ചോദിക്കും, എന്തെങ്കിലുമൊക്കെ പറയും, ചിരിക്കേണ്ടി വരും. ഈ പറഞ്ഞ ഫുൾ ഫോട്ടോഷൂട്ട് പരിപാടി നടക്കില്ല. അങ്ങനെ അകത്ത് കയറിയ 2-3 മണിക്കൂർ ക്യൂ നിന്ന് അകത്ത് കയറിയ ആൾക്കാരെ മൊത്തം ആ ഹോളിൽ അങ്ങോട്ട് പുറത്താക്കി. നമ്മുടെ ദൈവത്തിൻ്റെ എൻട്രിയാണ് മക്കളെ, ദൈവത്തിൻ്റെ എൻട്രി. ദൈവം ഇങ്ങനെ എൻട്രി വരുന്നു, ദൈവം ഭയങ്കര അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഈ ആംഗിളിൽ എടുക്കുന്നു, ഈ ആംഗിളിൽ വരെ ഫോട്ടോ എടുത്തിട്ട് മൊത്തം 41 സെക്കൻഡുള്ള ഒരു റീൽ ഉണ്ടാക്കാൻ 6 മണിക്കൂർ ദൈവത്തിൻ്റെ ഫോട്ടോഷൂട്ടായിരുന്നു അകത്ത്. അങ്ങനെ ഈ ആൾക്കാരൊക്കെ മടുത്ത് പുറത്തുനിന്ന് വെയിലത്ത് ഇങ്ങനെ നിൽക്കല്ലേ പുറത്ത്. അങ്ങനെ വെയിലത്ത് നിന്ന് പുറത്ത് നിന്ന് മടുത്ത് നിൽക്കുന്ന ആൾക്കാർ എന്ത് ധരിച്ച് ഉച്ചയായിരുന്നു ചോറ് തിന്നാന്ന് ധരിച്ച്. അങ്ങനെ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ആ ചോറ് മറ്റേ ഫുഡ് കോർട്ടിലോട് ചെന്നപ്പോഴാണ് അവിടെ ഈ നെറ്റ്വർക്കിന് ചില ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് ഫോൺ പേ എടുക്കില്ല അല്ലെങ്കിൽ ഗൂഗിൾ പേ അവിടെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. വീണ്ടും മൂഞ്ചി ഡിജിറ്റൽ ഇന്ത്യ. അകത്ത് ദൈവത്തിൻ്റെ ഫോട്ടോഷൂട്ട്, പുറത്ത് പട്ടിണി കിടക്കണം മനുഷ്യന്മാർ. ഇടക്ക് നിൽക്കേണ്ട ഈ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഡിജിറ്റൽ ഇന്ത്യ മൂഞ്ചി ഇന്ത്യ ആയി മാറി വീണ്ടും. അങ്ങനെ ഈ ആൾക്കാർ പട്ടിണിയും കിടന്ന് പുറത്ത് പൈസ ഇല്ല, ആരെങ്കിലും പൈസ ആരും വെക്കാറില്ലല്ലോ. അങ്ങനെ മൊത്തത്തിൽ മൊത്തം അൽക്കുലത്തായി നിൽക്കുമ്പം ദൈവത്തിൻ്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ദൈവം ഒരൊറ്റ പോകങ്ങോട്ട് പോയി. അങ്ങനെ ദൈവം പോയിട്ട് ഈ പുറത്തു നിന്ന് ആൾക്കാരെല്ലാവരും കൂടെ അകത്തോട്ട്, സംഘാടകരും അവിടെ ഈ പൗലിയൻസ് അല്ലെങ്കിൽ ഈ മറ്റേ ഈ സ്റ്റോളുകളിട്ട ആളുകളും കമ്പനി ഉടമസ്ഥരും അവരും ഇവരൊക്കെ അവസാനം വീണ്ടും കഷ്ടപ്പെട്ട് അകത്ത് കയറി ചെന്നപ്പോൾ എന്താ കാണുന്നത്? അകത്ത് സെറ്റ് ചെയ്ത് വെച്ച പല സംഭവങ്ങളും ആരും അടിച്ചുകൊണ്ട് പോയി. ദൈവം അടിച്ചുകൊണ്ട് പോയോ? ദൈവമല്ല, ഇനി ദൈവത്തിൻ്റെ കൂടെയുള്ള ആൾക്കാർ അടിച്ചുകൊണ്ട് പോയോ എന്നറിയില്ല. അത് കണ്ടുപിടിക്കാനുള്ള CCTV കാര്യങ്ങൾ അവിടെ നിന്നും പ്രോപ്പർ അല്ലാതെ നോക്കുമ്പം പല കമ്പനികളുടെയും പല ഐറ്റംസും അവിടെ നിന്ന് ആരോ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ദൈവം കയറിയ കൂട്ടത്തിൽ കള്ളനുള്ളിൽ കയറിയിട്ടുണ്ടെന്ന്. ഈ ദൈവം കള്ളനാണോ എന്ന് വെച്ചാൽ അത് നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ കള്ളനുള്ളിൽ കയറിയിട്ട് സകല സാധനങ്ങളും പകുതിയിലധികം അവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയി. അവസാനം സംഘാടകർ മൂഞ്ചി. സംഘാടകരുടെ സംഘാടന മികവ് കണ്ട്, നമ്മുടെ ദൈവത്തിൻ്റെ മികവ് കണ്ട് ഇവിടെ പല സംഭവങ്ങളും ഇറക്കിയിട്ടുള്ള സകല ആൾക്കാരും മൂഞ്ചിയ ആദ്യത്തെ ഡേ അങ്ങോട്ട് കഴിഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ദിവസം വന്നു. രണ്ടാമത്തെ ദിവസം സെയിം ഇതേ അവസ്ഥ. രാവിലെ മുതൽ ഭയങ്കര ക്യൂ, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഉള്ളോട്ട് എൻട്രി കിട്ടുന്നില്ല, ഡിജിറ്റൽ പാസുകൾ വർക്ക് ചെയ്യുന്നില്ല, ആകെ മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞ അൽക്കുലത്ത്. അങ്ങനെയൊക്കെ അങ്ങനെ കഴിഞ്ഞിങ്ങനെ വരുമ്പം ഇന്നലെ ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്ന സംഭവമുണ്ട്. അതായത് ഇന്ത്യയുടെ ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു?
ഗൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റി ഇന്നലെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു കണ്ടുപിടുത്തം ഇന്നലെ അവതരിപ്പിച്ചിരുന്നു. നമ്മുടെ DD ന്യൂസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ DD ന്യൂസ് വരെ പോയി അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ആദ്യമായിട്ട് കണ്ടുപിടിച്ച റോബോട്ട് AI സമ്മിറ്റിൽ ഓറിയോൺ എന്ന് പേരിട്ട ഒരു റോബോട്ട് നായകനെയാണ് നമ്മുടെ ഗൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റി ഇന്ത്യക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത്. സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, മറ്റു പലതരത്തിലുള്ള രഹസ്യാന്വേഷണ ആവശ്യങ്ങൾക്ക് ഇതിനുപയോഗിക്കാം. നായ നിൽക്കും, നായ ഓടും, നായ നക്കും, നായ മണക്കും, നായ സെൻസർ ചെയ്യും. ഇനി എന്ത് വേണം? ഇന്ത്യ ചൈനനെ വെട്ടിച്ചില്ലേ? ഇത് കണ്ടിട്ട് പുളകം കൊണ്ടിട്ടാണ് നമ്മുടെ അശ്വനി വൈഷ്ണവിനെ പോലത്തെ സംഘി മന്ത്രിമാർ പോസ്റ്റം കണ്ടിട്ട് രാഹുൽ ഗാന്ധിക്ക് എന്ത് ടെക്നോളജിയുടെ എന്ത് ട്രേഡറേയും കണ്ടുപഠിക്കുക, ഇന്ത്യക്കാർ ചെയ്യുന്ന ഓരോ മഹാത്മ്യമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ദൈവത്തിൻ്റെ അണ്ടറിൽ ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിട്ട് കുറേ മൂഞ്ചിയ നേതാക്കന്മാർ ഇന്നലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ട് കണ്ണു തള്ളി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് രാവിലെ എപ്പോഴത്തെ ന്യൂസ് വന്നു, ഈ പറഞ്ഞ റോബോട്ട് ഇന്ത്യക്കാർ കണ്ടുപിടിച്ചതുമല്ല, നമ്മൾ 2.5 ലക്ഷം ഉറുപ്പ്യ അങ്ങോട്ട് കൊടുത്തിട്ട് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. ഇതോടുകൂടി പോസ്റ്റ്മാൻ മാത്രമല്ല, അവിടെ ഗൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റിൻ്റെ സ്റ്റാള് വരെ അവിടെ നിന്ന് എടുത്ത് പുറത്തോട്ട് കളയേണ്ടി വന്നു. ടെക്നോളജി എന്നൊക്കെ പറഞ്ഞാൽ ഇമാതിരി ടെക്നോളജിയാണ് നമ്മുടെ നാട്ടിലെ BJP ഊളകൾ അടിച്ചു വിടുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി? നമ്മളെ കൊണ്ട് കഴിയുന്നത് മാത്രം എടുക്കുക. ആന തൂർന്നത് കണ്ടിട്ട് ഈ BJPയിലെ മന്ത്രിമാരെല്ലാം ഇവിടെ തൂറാൻ പോയാൽ അങ്ങോട്ട് വരൂല. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാണ് രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ തിരിച്ച് ഇത് പറയാൻ പോകരുത്. കാരണം യഥാർത്ഥ പപ്പു, നീ അടക്കമുള്ള നിൻ്റെ രാജ്യത്തെ അല്ലെങ്കിൽ നിൻ്റെ കൂട്ടത്തിലെ മന്ത്രിമാരും നിൻ്റെ പ്രധാന ദൈവവുമാണ് യഥാർത്ഥ പപ്പൂസ് എന്ന് പറഞ്ഞു. ഒരു പപ്പുമല്ല, ഒരുപാട് പപ്പൂസ്. അപ്പോൾ ഇമ്മാതിരി പപ്പൂസിന് എല്ലാത്തിനും കുണ്ടിയിൽ വെടിപൊട്ടിയ അവസ്ഥയായിപ്പോയി ഈ ഒരു ന്യൂസ് പുറത്തോട്ട് വന്നപ്പോൾ. ഏതായാലും ന്യൂസിൻ്റെ ബാക്കി വിവരങ്ങൾ നമുക്ക് കിടക്കാം. ഇന്നലെ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപിക ദൂരദർശനോട് പറഞ്ഞ് തങ്ങൾ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ക്യാമ്പസിലെ കുട്ടികളുടെ വിനോദത്തിന് വരെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണെന്നാണ് ആ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപക ഇന്നലെ വാദോരാണ്ട് സംസാരിച്ചിരുന്നത്. അങ്ങനെ അധ്യാപകയും മുഞ്ചി. नमस्कार, ये ओरायन जो है बिल्कुल हटके है. ओरायन इज द न्यू आर्टिफिशियल इंटेलिजेंस स्पेस. इट इज अ रोबो डॉग. और जैसा कि आप देख सकते हैं, ये बहुत सारे शेप्स और साइजेस में अपने आप को तब्दील कर सकता है. और इसके अंदर जो बैटरीज हैं वो 8 घंटे तक ऑपरेशन होती है. छोटे मोटे टास्क करता है, ये सर्विलेंस करता है, मॉनिटरिंग करता है, अनएक्सेसिबल जगहों पर जाकर के उनकी पिक्चर्स कैप्चर कर सकता है. और हमारी पूरी कैंपस में ये घूमता रहता है, बच्चों को बहुत एंटरटेन करता है. जो कंटेंट है, एजुकेशन बहुत इंपॉर्टेंट रहता है और AI സത്യത്തിൽ ഇത് ചൈനീസ് കമ്പനി ആയിട്ടുള്ള യൂണിട്രി എന്ന് പറഞ്ഞ കമ്പനിയുടെ Go 2 മോഡലാണ്. ഇത് ഓൺലൈനിൽ ഏകദേശം 2.25 ലക്ഷം രൂപ ഇതിന് വില വരുന്നുണ്ട്. അപ്പം യൂണിവേഴ്സിറ്റി നേരിട്ട് ഇത് ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് സ്റ്റിക്കർ ചെറുതായിട്ടൊന്ന് മാറ്റി ഒട്ടിച്ചു. എന്നിട്ട് നമ്മുടെ സ്വന്തം ഇന്ത്യ വികസിപ്പിച്ചെടുത്താണ് ഒരു തള്ളി. ഇത്രയേ ഉള്ളൂ. ഈ തള്ളിൽ വീണ് പോയതാണ് അശ്വനി വൈഷ്ണവ് അടക്കം സകല സംഘികളും. വിവരമില്ലല്ലോ, വിവരമൊന്നുമില്ല. ആരെങ്കിലും അല്ല വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലോ ഗോദി മീഡിയയിലോ അടിച്ചു വിടുന്നൊക്കെ അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ എക്സിലും വഴിയൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ടീംസ്. വേറെ ഒന്നും പറയാനില്ല. അതിലും വലിയ ബുദ്ധിയൊന്നും നായിൻ്റെ വാലിങ്ങനെ വളഞ്ഞേ നിൽക്കൂ. എന്ത് പറഞ്ഞാലും നീരാൻ പോകുന്നില്ല. ഇതൊക്കെ നിങ്ങൾ കണ്ടും കേട്ടൊക്കെ നിൽക്കേണ്ടി വരും. ഇതിൽ പുളകം കൊണ്ട സംഘികൾ ഇന്നലെ മൊത്തം തുരുതുര പോസ്റ്റുകളായിരുന്നു. രാഹുൽ ഗാന്ധിനെ കുറ്റം പറഞ്ഞ് ഇന്ത്യയിൽ നടക്കുന്ന മഹാമാമാങ്കത്തിനെ പറ്റി. മാമാങ്കം ഒരുമാതിരി മൂളിയിരിക്കുക അല്ലെങ്കിൽ മൂഞ്ചിരിക്കുക എന്നുള്ളത് സത്യം അതാണ്. ഇനി ഇവിടം കൊണ്ടും തീരുന്നുണ്ട് നിങ്ങൾ വിചാരിക്കണം കേട്ടോ. പിന്നെ അടുത്ത വിവാദം, ഡ്രോൺ സോക്കർ വിവാദം. അതായത് റോബോട്ടിക് നായ്ക്ക് പുറമെ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സോക്കർ അറീന തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ട ഒരു ഇന്ത്യൻ കമ്പനി അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് ദക്ഷിണ കൊറിയൻ കമ്പനിയായിട്ടുള്ള സ്കൈബോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ഉൽപ്പന്നമാണെന്ന് ഇന്റർനെറ്റിൽ വളരെ വ്യക്തമായിട്ട് ആൾക്കാർ കണ്ടുപിടിച്ചു. അവിടെയും മുഞ്ചി. ഇന്ത്യ സ്വന്തമായിട്ട് വല്ലതും കണ്ടുപിടിച്ചിട്ടുണ്ടോ? അതുണ്ട്. എന്താണ്? ചാണകം തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ വരില്ല, ചാണകം തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പനി വരില്ല, പശുമൂത്രം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരോഗ്യവാനാവും, പശുമൂത്രം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറോണ വരില്ല, പാത്രം മുട്ടിക്കൊണ്ടിരുന്ന കൊറോണ വരില്ല, അല്ലെങ്കിൽ പാത്രം മുട്ടിക്കൊണ്ടിരുന്ന കൊറോണ എന്ന് പറഞ്ഞാൽ കൊറോണ പോകും. ഇതൊക്കെ ഇന്ത്യയിലെ സംഘികൾ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഈ പരിപാടികളെ വെച്ചിട്ട് ഒരു സമ്മിറ്റ് നടത്തുന്നതല്ലേ നല്ലത്? ഇമാതിരി വലിയ വലിയ പരിപാടിക്കൊക്കെ, അതായത് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, പറ്റാത്ത കാര്യങ്ങൾ ചെയ്ത് ഇതുപോലെ ലോകത്തിൻ്റെ മുമ്പിൽ ലഭ്യരായി അങ്ങനെ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഓൾറെഡി ട്രേഡിൻ്റെ പേരിലും സകലതിൻ്റെ പേരിലും നമ്മൾ മുഞ്ചിത്തെറ്റി US ഷൂ നക്കുന്ന വെറും നക്കികളാന്നുള്ള പേരുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വല്ല ചാണകമോ പശുവിൻ്റെ മൂത്രമോ ഇതൊക്കെ പിടിച്ച് നിന്നാൽ പോരെ? എന്തിനാണ് ഇതിപ്പോൾ പോണേ? നിങ്ങൾ ഇവിടെ വല്ല വർഗീയ കലാപങ്ങളോ അല്ലെങ്കിൽ ആൾക്കാർ തമ്മിൽ അടുപ്പിക്കുന്ന പരിപാടികളൊക്കെ ചെയ്യും. ഇതൊക്കെ ബുദ്ധിയും വിവരമുള്ള ആൾക്കാർ ചെയ്യട്ടെ. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കാൻ രാഹുൽ ഗാന്ധിനെ പോലത്തെ അല്ലെങ്കിൽ ബോധം വിവരമുള്ള ആൾക്കാർ സംസാരിക്കട്ടെ. നിങ്ങളെപ്പോലത്തെ ആൾക്കാർമാർക്ക് പരിപാടിക്ക് പോകാണ്ടിരിക്കും. അങ്ങനെ അവിടെ അതും പൊട്ടി. അങ്ങനെ ഇന്ത്യയുടെ AI രംഗത്തെ അവസ്ഥനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അമേരിക്കയും ചൈനയും വർഷങ്ങളായിട്ട് AI ഗവേഷണ രംഗത്ത് വളരെ വലിയ മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മൊത്തം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ലേ? ഇന്ത്യൻ കമ്പനികൾ എന്താ ചെയ്യുന്നത്? ഇന്ത്യൻ കമ്പനികളും സർവകലാശാലകളും വെറും സോഫ്റ്റ്വെയർ സപ്പോർട്ട് മാത്രമേ അതിനൊക്കെ കൊടുത്തിട്ടുള്ളൂ. സ്വന്തമായിട്ട് വികസിപ്പിച്ച് എടുത്തിട്ടില്ല.
ബുദ്ധിയുള്ളവർ ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ടല്ല. ഈ ആൾക്കാരൊക്കെ അമേരിക്കയും ചൈനയും കൊറിയയും ജപ്പാനും അങ്ങോട്ട് എടുക്കുക. നല്ല നല്ല ശമ്പളം കൊടുത്ത് നല്ല നല്ല സൗകര്യങ്ങൾ കൊടുത്ത് അവരങ്ങ് എടുക്കും. ഇന്ത്യയിൽ എന്താ കിട്ടുക? ഇന്ത്യയിൽ പ്രധാനമന്ത്രിന്റെ ഒരു ആശീർവാദം കിട്ടുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ദൈവത്തിന്റെ ആശീർവാദം കിട്ടുകൊണ്ട് മാത്രം നടക്കും മക്കളെ കാര്യം ഇല്ല. കൊടുക്കണം, ടെക്നോളജിക്ക് കാര്യങ്ങൾ കൊടുക്കണം. അല്ലെങ്കിൽ ഇവിടെ ആൾക്കാരെ തമ്മിലടുപ്പിക്കുന്ന പരിപാടിയും ഇല്ലാത്ത പ്രൊജക്റ്റുകൾ ഈ മറ്റേ ബഡ്ജറ്റിൽ കയറ്റി വിട്ടിട്ട് പൈസ കൊടുക്കാണ്ട് മൂഞ്ചിപ്പിക്കുന്ന പരിപാടിയും, അതല്ലെങ്കിൽ ഇന്ത്യയിൽ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങി വരുന്നവർക്കൊക്കെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് 10,000 കോടി റുപ്യ നീക്കി വെച്ചിട്ട് അവസാനം അതിൽ വെറും 5 കോടി പോലും ചെലവഴിക്കാണ്ട് ആ പദ്ധതിയെ ലാപ്സാക്കി പോകുന്ന ഊള പരിപാടികൾ കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഈ പറഞ്ഞ ഏതെങ്കിലും ബഡ്ജറ്റിൽ നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും സാധനം കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാർക്ക് ഇന്ത്യയിൽ നിൽക്കൂലേ? അവസാനം ഇന്ത്യയിൽ അങ്ങോട്ട് പോവാം, അമേരിക്കയിലോട്ട് പോകാൻ വെച്ച ആൾക്കാരുടെ വിസ വരെ കട്ട് ചെയ്യുന്ന അവസ്ഥയിൽ എത്തിച്ചില്ല ഇന്ത്യനെ. അപ്പം നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ആന കുമ്പിടണ്ട, ആന കുമ്പിട്ട് കണ്ടിട്ട് ഇവിടുത്തെ അണ്ണ കുമ്പിടാൻ നിൽക്കണ്ട കേട്ടല്ലോ. അതാണ് ഇവിടുത്തെ അവസ്ഥ. മൊത്തത്തിൽ രാഹുൽ ഗാന്ധിനെ പറയിപ്പിക്കാൻ വന്ന ആൾക്കാർ മൊത്തത്തിൽ മൂഞ്ചി തെറ്റിയിട്ടുണ്ട്. അപ്പം ആ കാര്യം ഈ സബ്മിറ്റ് കൊണ്ട് ഒരേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പ്രധാനമന്ത്രിയുടെ അടുത്ത ഫോട്ടോഷൂട്ട് സൂപ്പറായിരുന്നു. എല്ലാ ആംഗിളും ഒന്നും നമ്മൾ മിസ് ചെയ്തിട്ടില്ല. അത് നമ്മളെല്ലാവരും കൈയടിക്കണം. നമ്മുടെ നാട്ടിൽ പ്രധാനമന്ത്രിയുടെ അത്ര റീൽസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ വിശ്വഗുരുവിൻ്റെ അല്ലെങ്കിൽ വിശ്വദൈവത്തിൻ്റെ അത്ര റീൽസ് പെർഫെക്റ്റ് ആയി ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യനില്ല. ഇന്ത്യക്കാരെല്ലാവരും കൂടെ അങ്ങനത്തെ വല്ല പരിപാടിക്കും പോകും. പ്രധാനമന്ത്രി ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ ബീഹാറിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് എന്നില്ലേ, നിങ്ങൾക്ക് ഇന്റർനെറ്റ് വെച്ച് റീൽസ് കാണാൻ പറ്റുന്ന ഫോൺ കിട്ടുന്നില്ലേ? അതിനേക്കാൾ വലിയ എന്ത് ഡെവലപ്മെൻറ്റ് ഇന്ത്യക്ക് വേണ്ടതെന്ന് ചോദിച്ച്. അപ്പം പ്രധാനമന്ത്രി നമ്മുടെ 2ാം ക്ലാസ്സും ചായക്കടക്കാരനും ബുദ്ധിയൊക്കെ ഉള്ളൂ. ആ ബുദ്ധി വെച്ചിട്ട് അതിൽ നിങ്ങൾ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം. അതിൽ പുളകം കൊണ്ടിട്ട് ജീവിച്ചോളാം കേട്ടോ സംഖ്യകളെ.